സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് പറയുവാനായി ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നും യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യമാണ്. ധനവാനും ലാസറും. ഇതൊരു കഥയോ ഉപമയോ ആയി തോന്നുന്നില്ല, മറിച്ച് ഇത് സംഭവിച്ച കാര്യമാണ്. ഈ കാര്യം ഇന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണ് ഈ കാര്യങ്ങൾ വായിക്കുന്നതെന്നറിയാമോ? കേൾക്കുന്നവർക്ക് മരണാനന്തരം ഒരു നിത്യജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും ഈ കൊച്ചു ജീവിതം ഏറ്റവും നന്നാക്കി മാറ്റുവാനും വേണ്ടിയാണ്. നിത്യജീവൻ നമുക്ക് നൽകുവാൻ ദൈവത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണിത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. നമുക്ക് ധനവാനെയും ലാസറിനെയും കുറിച്ച് കേൾക്കാം. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ പട്ടും മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ആഡംബരത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ലാസർ എന്നു പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം: മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്നോർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ: എന്നാൽ പിതാവേ, അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്: അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ: അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. പ്രിയരെ, മരണശേഷം യാതന അനുഭവിക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ അബ്രഹാം പിതാവ് നല്ല ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായി ധനവാൻ കാണുന്നു. അത് സ്വർഗമാണ്. നിങ്ങൾ മരണാനന്തര ജീവിതം വിശ്വസിക്കുന്നവരാണോ? ഈ ധനവാൻ മരണശേഷം എത്തിയത് യാതനാ സ്ഥലത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ദരിദ്രനായ ലാസർ അബ്രാഹത്തിൻ്റെ മടിയിൽ ഇരിക്കുന്നതായി കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ധനവാന് ലാസറിനെ കാണുവാൻ കഴിഞ്ഞു. മാത്രമല്ല, ലാസറാണ് അത് എന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് പറയുന്നത്, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ എന്നാണ്. അപ്പോൾ ആ യാതനാ സ്ഥലത്തായിരുന്ന ധനവാനും ദാഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് പറയുകയാണ്. വേദനയിലൂടെ കടന്നു പോകുന്ന അനുഭവം, അല്ലെങ്കിൽ വേദനിക്കുന്ന അനുഭവമുള്ള സ്ഥലത്താണ് ധനവാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം പിതാവ് പറയുന്നത് കാര്യം നിങ്ങൾ വായിച്ചു കേട്ടുവല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുവാനോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുവാനോ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. ഉടനെ ധനവാൻ പറയുകയാണ്: പിതാവേ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്. ആയതിനാൽ ലാസറിനെ ധനവാന്റെ പിതാവിൻ്റെ ഭവനത്തിൽ അയക്കണമേ എന്ന്. നിങ്ങൾ ചിന്തിക്കുക, മരിച്ചുപോയ ധനവാൻ തൻ്റെ ഭവനത്തിലുള്ള സഹോദരന്മാരെ പറ്റിയും ഓർമ്മയുള്ളവനാണ്. അവരും ധനവാനെ പോലെ യാതനാസ്ഥലത്ത് വരാതിരിക്കാൻ ലാസറിനെ അങ്ങോട്ട് അയക്കുവാനായി പറയുന്നു. അബ്രഹാം അവനോട്
അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറയുന്നു. അപ്പോൾ ധനവാൻ പറയുന്നത് കേൾക്കുക. അല്ലല്ല അബ്രഹാം പിതാവേ, മനുഷ്യരുടെ ഇടയിൽ നിന്നും ഒരുത്തൻ അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ ധനവാന്റെ പ്രിയ സഹോദരങ്ങളും ധനവാനെ പോലെ തന്നെ ജീവിക്കുകയാണ്. അവർക്കും മാനസാന്തരമില്ല. അത് ധനവാൻ അറിയാം. എങ്കിലും ധനവാൻ അവരും കൂടി ഈ യാതനാ സ്ഥലത്ത് വന്ന് താൻ അനുഭവിക്കുന്ന ഈ വേദനയും യാതനയും അനുഭവിക്കരുത് എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ ഭവനക്കാരെക്കുറിച്ചുള്ള ഓർമ്മയും ഈ ധനവാന് ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അബ്രഹാം പിതാവ് ധനവാനോട് പറയുന്നത് ശ്രദ്ധിക്കുക. മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കയില്ല എന്ന്. ഈ ധനവാനും വചനം കേട്ടിട്ടുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ അബ്രഹാം പിതാവിനെ തിരിച്ചറിയുന്നത്. എങ്കിലും അദ്ദേഹം വിശ്വസിച്ചില്ല. ഈ അവസരത്തിൽ ഈ ധനവാൻ ലാസറിനെ തൻ്റെ ഭവനത്തിൽ കണ്ടിട്ടുണ്ട്. വിശന്നപ്പോൾ വല്ലതും തരുമോ എന്ന് ലാസർ ചോദിച്ചുവോ? അറിയില്ല. എങ്കിലും ഒന്ന് പറയാം, ലാസറിൻ്റെ പേര് ധനവാൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ ലാസറിനെ വെള്ളം തരുവാനായി അയക്കണമേ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ദരിദ്രനായ ഈ ലാസറിന് ഒരു പേരുണ്ടായിരുന്നു. എന്നാൽ ആഡംബരത്തോടെ ഉല്ലസിച്ച് പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ് ആനന്ദിച്ചു കൊണ്ടിരുന്ന ഈ ധനവാന് ഒരു പേര് വചനത്തിൽ പറയുന്നില്ല. ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ലാസർ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം സഹായിച്ചു എന്നതാണ്. ലാസർ ദരിദ്രനായിരുന്നു, രോഗിയായിരുന്നു, വ്രണമുണ്ടായിരുന്നതായി പറയുന്നു. നായ്ക്കൾ വന്ന് വ്രണം നക്കിയെന്ന് പറയുന്നു. സഹായത്തിന് ആരും ഉണ്ടായിരുന്നില്ല. വ്രണം വൃത്തിയാക്കുവാൻ ആരും ഇല്ലായിരുന്നു. എന്നാൽ ലാസർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ആരാരുമില്ലാത്ത അവസ്ഥയിൽ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് ലാസർ മനസ്സിലാക്കി വിശ്വസിച്ചു. വിശപ്പും കഷ്ടവും സങ്കടവും പ്രയാസവും വേദനയും നിന്ദയുമെല്ലാം ഈ ലോകത്തിൽ അനുഭവിച്ചു. എന്നാൽ മരിച്ചു ഈ ലോകത്തിൽ നിന്ന് പോയപ്പോൾ പർദീസായിൽ അബ്രഹാം പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്നു. എത്ര സന്തോഷം നൽകുന്ന അനുഭവം! സങ്കീർത്തനം 116 അധ്യായത്തിൽ പറയുന്നു, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. മരണശേഷം നമുക്കൊരു നിത്യജീവിതം ഉണ്ട്. മരണമില്ലാത്ത ഒരു ജീവിതം. സ്വർഗവും നരകവും ഉണ്ട്. ദൈവത്തിൽ വിശ്വസിക്കാതെയും സ്വർഗവും നരകവും ഉണ്ടെന്നുള്ള കാര്യം സമ്മതിക്കാതെയും ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. മരണാനന്തര ജീവിതമില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ദൈവമില്ല എന്നവർ കരുതുന്നു. ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിശ്ചയമായും നിങ്ങൾ അറിയുക. മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു. വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു. അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. സങ്കീർത്തനം 103:15 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 9-ാം വാക്യം ഇപ്രകാരം പറയുന്നു, നാം ഇന്നലെ ഉണ്ടായവരും ഒന്നും അറിയാത്തവരുമത്രേ. ഭൂമിയിൽ നമ്മുടെ ജീവകാലം ഒരു നിഴലത്രേ. ആകയാൽ വിശുദ്ധിയോടെ നമുക്ക് ജീവിക്കാം. ദൈവമേ, എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു. ഭോഷ്കിൻ്റെ വഴി എന്നോട് അകറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആഡംബരത്തോടെ, വാദ്യഘോഷങ്ങളോടെ, ദൈവഭയമില്ലാതെ, വിശ്വാസമില്ലാതെ ജീവിക്കുന്നവർ മാനസാന്തരപ്പെട്ട ദൈവത്തിങ്കിലേക്ക് തിരിയുക. ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചനം 14-ാം അധ്യായത്തിൽ നിന്നുമാണ് 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നിന്റെ വരവിങ്കൽ നിന്നെ എതിരേൽപ്പാൻ താഴെ പാതാളം നിന്റെ നിമിത്തം ഇളകിയിരിക്കുന്നു. അത് നിന്നെ ചൊല്ലി സകല ഭൂപാലകന്മാരുമായ പ്രേതന്മാരെ ഉണർത്തുകയും ജാതികളുടെ സകല രാജാക്കന്മാരെയും സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അവരൊക്കെയും നിന്നോട്, നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായോ? നീയും ഞങ്ങൾക്ക് തുല്യനായി തീർന്നുവോ? നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു. കൃമികൾ നിനക്ക് പുതുപ്പായിരിക്കുന്നു. ശ്രദ്ധിക്കുക,
നരകത്തിൻ്റെ അവസ്ഥയാണത്. നിന്റെ കീഴെ പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. വേദനയുടെയും യാതനയുടെയും അനുഭവമാണത്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്ന് അപ്പസ്തോല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നുവോ? ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടോ? നിത്യജീവൻ നൽകാനായി കർത്താവായ യേശു ക്രിസ്തു നമുക്കായി ജീവൻ നൽകി. വിശ്വസിക്കുക. പ്രാർത്ഥിക്കാം. ദൈവമേ, നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലം കൈകൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്കുത്തരമരുളണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്തുനിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ.